ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എന്താ പ്രശ്നം? അതിനിപ്പോൾ എന്താ എൻ്റെ കണ്ടില്ലേ? വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുക, ഓക്കെ, ബേസിക്കലി നമ്മൾ നാട്ടിലോട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് ഇത്. നാട്ടിലെത്തിയിട്ട് എനിക്ക് കുറേ വ്ളോഗ് എടുക്കാൻ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു, പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഈ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിലത്തെ. ഇതാണ് എൻ്റെ ബേസിക്കലി ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇപ്രാവശ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീട്ടിലത്തെ ആയിരിക്കില്ല, പുറത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമുക്ക് നോക്കാം. എനിക്ക് ഇഷ്ടമല്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബേസിക്കലി. അല്ല, ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷെ എനിക്ക് അത്ര ഭയങ്കര ഇതില്ല. പുട്ടും കടലും എനിക്കിഷ്ടമാണ്, നൂലപ്പവും കടലും ആ ഒരു കോമ്പിനേഷൻ അത്ര പോരാ. എന്നാ കണ്ട പോരാ. നമ്മൾ 8:45 അവിടെ എത്താന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം 9:09. ഇതടിച്ചിരിക്കാത്ത എൻ്റെ പണ്ടത്തെ പോലെ എൻ്റെ കോമഡികൾക്ക് ആരും ഒരു ചിരിക്കണില്ല ബേസിക്കലി. നീ വേണമെങ്കിൽ എൻ്റെ വ്ളോഗ് കണ്ടാവും, ഒരു നിർബന്ധമില്ല. എൻ്റെ വ്ളോഗാണ്, എൻ്റെ വ്ളോഗ് കാണാൻ അമ്മയുണ്ട് ഇല്ല അമ്മ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബൈറ്റ് എടുത്തിട്ട് ഞാൻ അധികം എക്സ്പ്രഷൻ ഇല്ല, കാരണം എനിക്കിത് ഇഷ്ടമല്ല. നൂലപ്പം എനിക്ക് ഇഷ്ടമാണ് വിത്ത് ചിക്കൻ കറി. കടലക്കറി നൂലപ്പം തന്നെയല്ലോ പറയാ. നൂലപ്പത്തിന്റെ വേറെ വാക്ക് എന്തമ്മ? കുളവ കേട്ടോ. അറിയട്ടാനോ നീ കുഞ്ഞു ബാഗ് കൊണ്ടുവന്നുണ്ടോ? ഹാൻഡ് ബാഗ് എടുക്കാം അമ്മയുടെ. അതവിടെ ഹോസ്റ്റലാന്നൊന്നും പറയില്ല കേട്ടോ. എന്തൊരു കഷ്ടാണോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ KFC കയറാം. ഫുഡ് കഴിക്കാൻ നമുക്ക് ശരിയാക്കിയിടാം. ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഡയറ്റിലാണ്. സോറി, അറിയാലോ. ഇന്ന് ഫ്രൈഡേ അല്ലേ, ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല. സാറ്റർഡേ ആണ്. ഫ്രൈഡേ ആണെങ്കിൽ പല്ലുവിട്ട് പറിച്ചിട്ട് ചിക്കൻ ഒന്നും കഴിക്കില്ല. വെട്ടി കഴിക്കാൻ ഇന്നലെ കഴിക്കണ്ടായില്ല. ഇന്നലെ എപ്പോൾ കഴിച്ചു? ഇന്നലെ കഴിച്ചില്ല. ഇന്നലെ മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു നമുക്ക്. ആക്ച്വലി ഞാൻ വെജിലോട്ട് മാറിയാലോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോവാണ്. നമ്മൾ വൈമാളിൽ ഇറങ്ങാൻ അവരോട് എത്തിയിട്ടുണ്ട്. ആര് ഗേറ്റ് തുറക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ഇപ്പൊ എല്ലാവരും. എനിക്ക് പറ്റില്ല, എനിക്ക് മുട്ടുവേദന. അതെന്തായാലും കൊള്ളാം. അമ്മേ അയ്യോ, എല്ലാരും കാണിക്കാം. അപ്പൊ നമ്മളിനി ഇതൊരു സ്ഥലം ഞാൻ റിവീൽ ചെയ്തിട്ടില്ല ആക്ച്വലി. ഞാൻ 1 2 3 എന്ന് പറയുമ്പോ അതിന്റെ സ്പെല്ലിംഗ് പറയാനുണ്ടോ? കിയാനുവിന് അത് ബാക്കി ജീൻസേട്ടൻ. നമ്മൾ ആക്ച്വലി പോകുന്നത് അതിരപ്പള്ളിയിലോട്ടാണ്. എന്തിന് അതിരപ്പള്ളി? അതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെ കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഓഫ് ചെയ്യോ? എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെന്നൊക്കെ. എനിക്ക് അമ്മേനെ കാണണം. അമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അമ്മേനെ വിളിച്ച. അപ്പോ നമ്മളിങ്ങനെ അതിരപ്പള്ളി എത്തിയിട്ട് കാണിക്കാം. നല്ല തലവേദന തുടങ്ങിയിട്ടുണ്ട്, മൈഗ്രെയിൻ ഇഷ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓ പിന്നെ നമുക്ക് സിനിമ കിട്ടണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹലോ എവരിവൺ, നമ്മളങ്ങനെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി പക്ഷെ അതിരപ്പള്ളിയിലുണ്ടോ ട്വിസ്റ്റ് എന്താണെന്നറിയോ? വെള്ളം കാണാൻ വന്ന് നമുക്ക് ഇവിടെ തരി വെള്ളമില്ല എന്നാണ് റിപ്പോർട്ട് കേട്ടിരിക്കുന്നത്. ഹായ് പറയാം. ഹലോ എവരിവൺ, സോ നമ്മളിപ്പോൾ ഒരു കിടലൻ ചായക്കടയിൽ എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ നിന്നെ കാണിക്കണം നിർബന്ധമുണ്ടോ? പച്ച വേണ്ടല്ലോ. പച്ച ഇത്ര പ്രായമില്ലേ ചേച്ചി? 2 ചോള. എങ്ങനെയുണ്ട് ചായ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ട് പറഞ്ഞുതരാം. ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ. ഞാൻ ചായ കുടിക്കില്ല ബേസിക്കലി. സോറി. ഹലോ എവരിവൺ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്ഥലമില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ആക്ച്വലി ചാലക്കുടിയിൽ ഭയങ്കര ഒരു കിടിലൻ സ്പോട്ട് ഉണ്ടോ? സ്ഥലം ഉണ്ടോ? ചാലക്കുടിയിൽ കിടിലൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്.
ആക്ച്വലി ഈ വ്ളോഗിൽ എൻ്റെ എനർജി അത്ര ഇല്ലാന്ന് എനിക്കറിയാം. എനിക്ക് ആക്ച്വലി അത്ര വയ്യ, ഒരു സുഖമില്ല. ബേസിക്കലി എനിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ മിണ്ടാണ്ടിരിക്കും കുറച്ച് നേരത്തേക്ക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി. നമുക്ക് ഭയങ്കര ക്രേവിങ് വന്നു. സൈൻഡപ്പാൻ കയറാം. പോരാ. ഓക്കെ, ഇത് പൊട്ടിക്ക്. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ നമുക്ക് എടുക്കാം. സോ കഴിക്കണം. ശരിക്കും ഷുഗർ കട്ടാണോ? ഹലോ എവ്രിവൺ, നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ ഇങ്ങോട്ട് എന്താ ചെയ്യാൻ പോണെന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോവാണ്. നമ്മള് സിനിമയ്ക്ക് പോവാണ് ബേസിക്കലി. അപ്പൊ ഉറങ്ങാള് ഉച്ചയ്ക്ക് എനിക്ക് ആക്ച്വലി ഉറങ്ങുന്ന ഒരു സ്വഭാവം. നിങ്ങൾ എന്തായാലും ഇത്ര ഇതാണ് ഞാൻ വ്ളോഗ് എടുക്കാത്തത്. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോ ഒരു മറ്റേ ഇതുപോലെ ഇരിക്കുന്നേ. മൈക്കൊന്നും ഇല്ലല്ലോ നമുക്ക്. പെണ്ണെ ആക്ച്വലി പാട്ട് പാടാണ്ടല്ലോ. എന്നെ ആദ്യം വിളിച്ച മ്യൂസിക് ഡയറക്ടർ കിയാനോ ജനിച്ചിട്ടുണ്ട്. ഈ പാട്ടിന് അതെ അതെ എന്നെ ആദ്യം വിളിച്ച് 2004 ആക്ച്വലി ഞാൻ ജനിക്കുന്നേക്കാൾ മുമ്പ് ഇവരത് പ്ലാൻ ചെയ്തായിരുന്നു. ആനീനെ കൊണ്ട് പാടിപ്പിക്കും. സോ ബേസിക്കലി ഞാൻ പറയാൻ വെച്ചാൽ വി ആർ ഗോയിങ് ടു വാച്ച് മൂവി. നമ്മൾ കാണാൻ പോകുന്ന മൂവിയുടെ പേര് ബാലനാണ്. ഉറപ്പില്ല. നമുക്ക് ഹാപ്പി ബി ഹാപ്പി. നമുക്ക് 3 പിള്ളേർക്ക് ഹാപ്പി ബി ബാലനാണ്. മിണ്ടാണ്ടിരിക്കൂ. ബാലേട്ടൻ നമ്മുടെ ആളാണ്, നമുക്കറിയാം. പറഞ്ഞ പോലെ വേറെ പാടില്ലേ? ഒബ്സെഷന് പോവാ. ഐശ്വര്യ അങ്ങനെ പറ. അത് പറ. എങ്ങനെയുണ്ട് ഒബ്സെഷൻ? എങ്ങനെയുണ്ട് അത് പറ. നമ്മളെ ഏത് സിനിമയ്ക്ക് കയറാന്ന് അറിയില്ല. എനിക്കിപ്പൊ കയറിയുള്ള പ്രശ്നം വെച്ചാൽ ഞാൻ എന്തായാലും ഉറങ്ങും. ഉറങ്ങാൻ നല്ല പോത്ത് വെട്ടിട്ട പോലെ വരുന്ന ഉറങ്ങാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. പോത്ത് വെട്ടിട്ടോന്നല്ലല്ലോ പറയാ, വാഴ വെട്ടിട്ട പോലെ വരുന്ന ഉറങ്ങാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ വി ക്യാൻ മാനേജ്. പഠിക്കണ്ടല്ലോ. സിനിമ കാണാൻ വന്നേക്കാണ്. നമ്മൾ കാണാൻ വന്ന സിനിമ എന്ന് പറയുന്നത് ബാലൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ്. എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. ബാലൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇരിഞ്ഞാലക്കുടയാണ് വന്നേക്കുന്നത്. ഹാപ്പി ബി ഹാപ്പിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഹാപ്പി ബി ഹാപ്പി ഇവിടെ ഇല്ല. സോ നമ്മൾ ബാലനാണ് കയറുന്നത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അറിഞ്ഞൂടെ, ഒരു സീരിയസ് പടാൻ തോന്നുന്നു. എന്തായാലും ഇനി സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ബൈ. ഗൈസ്, സിനിമ കഴിഞ്ഞു. എന്താ പറയുക, എനിക്ക് മൂവി റിവ്യൂ ഒന്നും പറയാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. വല്ല ഫുഡ് വല്ലാണെങ്കിൽ പറയായിരുന്നു ഫുഡ് റിവ്യൂ. സിനിമ എപ്പടി ഉണ്ടെന്ന് ചോദിച്ചാൽ വാഷ്റൂം അല്ല സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. ഭയങ്കര സ്ലോ പടമാണ്. പക്ഷെ സിനിമയിലെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ട്രെയിലർ ഞാൻ കഥ പറയുകയാണെങ്കിൽ അമ്മയാണ് വില്ലത്തി. അമ്മ ഫസ്റ്റ് ഹാഫിൽ തന്നെ മോനെ കൊല്ലുന്നുണ്ട്. അതാണ് കഥ ബേസിക്കലി. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് ലാഭമായില്ലേ, ഞാൻ അവസാനം സ്കാനർ ഇട്ടുതരാം. നിങ്ങൾ അതിലേക്ക് എൻ്റെ പൈസ ഇട്ടാൽ മതി, 500 രൂപ. ടോവിനോ ആണ് വില്ലൻ. സെക്കൻഡ് ഹാഫിലത്തെ വില്ലൻ ടോവിനോ. കുഴപ്പമില്ല, കാണണേ പോയി കണ്ടു.
അങ്ങനെ സിനിമയും കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. അറിഞ്ഞു തുടങ്ങിയത്തെ പ്ലാൻ എന്താ ഞാൻ പറയട്ടെ. ഞാൻ ബാങ്കറാവാം ആസ് എ BSc മാത്സ്. അതെന്താ ഒരു പുച്ഛം വന്നേണ്ട ചേട്ടാ? ഒരു CA കിട്ടി. തേപ്പ് പെട്ടി ഉണ്ട്, അത് തരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാളവണ്ടി ഉണ്ടോ? 900 രൂപയില് ഒരു 100 രൂപയുടെ കുറവുണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്തോ. വേണ്ട, തേപ്പ് പൊട്ടി. അല്ലൂത്തെ കള്ളത്തരം കളിക്കാനൊക്കെ കളിന്ന് പുറത്താക്കിട്ടാ സമ്മതിക്കില്ല ചേട്ടാ. ഒരു 500 തരും. ഒരു 500 ഇല്ല. ഓക്കെ 25 ഇവിടെ. താങ്ക് യു. ഞാൻ റിച്ചാണെന്ന് അറിയാലോ. കാശ് ബാങ്കിൽ കുറച്ച് പൈസ എടുത്ത് വെക്കാൻ പറ്റൂ. കാശ് കയ്യിൽ കൂടുതലാ. കാണുന്നില്ല. അല്ല സത്യം പറ, 25 രൂപ പോയിന് അവന്റെ തൊപ്പി തെറിപ്പിച്ചാ. സാരില്ല, അവിടെ ഒരു കാളവണ്ടി ഇരിപ്പുണ്ട്. അത് എനിക്ക് ഇപ്പൊ തൽക്കാലം. എന്നിട്ട് ആദ്യം ഒരു കളിയോടെ കേറി അങ്ങ് ഇരിക്കാനല്ലോ. ഒന്ന് സഹായിച്ചൂടെ? അടുക്കളയിൽ പോയിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ മോശം കേട്ടോ. എന്നാ പോയി കുറച്ച് പ്ലേറ്റ് എടുത്തിട്ട് പോവാ. അച്ഛനെങ്കിൽ ഫുഡ് വ്ളോഗ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഇങ്ങനെ കഴിക്കുന്നത്, ഇങ്ങനെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ ഒരു സൺഡേ ആണ്. സൺഡേ വ്ളോഗ് ഇറക്കണം എന്ന് എനിക്കുണ്ട്. നാളെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരു സൺഡേ വ്ളോഗ് അല്ലേ? നാളെ ഇല്ല അപ്പോൾ ബിരിയാണിയില്ല അമ്മ. നാളെ ഞാൻ ഇടും. ഞാൻ നാട്ടിൽ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞു പറ്റിക്കാണ് ഗൈസ്. നാളെ എൻ്റെ പല്ല് കമ്പി ടൈറ്റ് ചെയ്യും. കറക്റ്റ് ഞാൻ കമ്പി ടൈറ്റ് ചെയ്യണ ദിവസമാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തോന്നുന്നത്. നന്നായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു സൂപ്പർ ഡൂപ്പർ വ്ളോഗായിട്ട് ഐ വിൽ ബി കമ്മിങ് ബാക്ക്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.